അങ്ങനെ മറ്റൊരു ബന്ധം കൂടെ ഇന്നലെ സമാപിച്ചു. കേരളമൊഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലും സാമാന്യമായ എല്ലാ കാര്യങ്ങളും നടന്നു. അവിടെ യാതൊരു കുഴപ്പമില്ല. അവർക്ക് പ്രവൃത്തി ദിവസമായിരുന്നു. മറിച്ച് കേരളത്തിൽ പ്രവൃത്തി ദിവസമല്ല, അപകീർത്തിപരമായ ദിവസമായിരുന്നു. അതായത് ഇന്നലെ കാട്ടിക്കൂട്ടിയ ഈ കോലാഹലങ്ങൾ യാതൊരു കണക്കുമില്ല. ഹോസ്പിറ്റലിൽ പോയവരെ വിരട്ടി ഓടിക്കുക, രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോയവരെ വിരട്ടി ഓടിക്കുക, കടകൾ അടപ്പിക്കുക. എന്തിനു പേരെ? കാഞ്ഞങ്ങാട് സ്വന്തം കുടുംബത്തിൽ സുഖമില്ലാത്തവരുണ്ട്, ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരെ വൈദ്യുതി പാർട്ടിക്കാരാണ്, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി വീട്ടിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവർ വീട്ടിൽ കുത്തിയിരിക്കേണ്ട, അവർ റോഡിൽ കുറച്ചു നേരം ഇരുന്ന് അവസാനം മോളിൽ നിന്ന് വിളി വന്നപ്പോൾ അനുവദിച്ചു, അവരങ്ങ് പോയി. എല്ലാവർക്കും ലോക്കൽ സെക്രട്ടറി ആകാൻ പറ്റിയില്ലല്ലോ. വളരെ മോശമായ വെറും എന്താ പറയുക, തോന്നിയവാസം മാത്രമാണ് ഇന്നലെ കാട്ടിക്കൂട്ടിയത് പല സ്ഥലത്തും. ഇവരുടെ ഇന്നലത്തെ ബന്ധു കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിച്ചില്ല, ഇന്ത്യയിൽ ഒന്നും സംഭവിച്ചില്ല. അതീ പറയും പോലെ സംഭവമി യുഗേ യുഗേ, അത്ര തന്നെ. ഒരു പാവം പിടിച്ച മത്സ്യത്തൊഴിലാളി അവനോട് പോയി പറഞ്ഞ ഭാഷ, എടോ എടുത്തുകൊണ്ട് പോടോ, ഇല്ലെങ്കിൽ ഞങ്ങളിതിൽ മണ്ണെണ്ണ തിന്നുമായിട്ട് പോയി ആ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പാവം. ഒന്നാമത് ഈ മത്സ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരെവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് പാവം ജീവിക്കാൻ വേണ്ടിയുള്ള അത് അത്ര പാട്, അതും സംഭവിച്ചില്ല. ഏറ്റവും ചില പോലീസുകാരുടെ സപ്പോർട്ട് വരെ ഈ സമരാനുകൂലികൾക്കുണ്ടായി. പോലീസുകാർ തന്നെ സമരത്തിന് വേണ്ടി നിന്നു, എല്ലാവരുമുള്ള ഒരു ചിലർ. കാരണം വിവരം കെട്ടവന്മാരാണ്. ഇവനൊക്കെയാണ് ലോകത്തിനെ നമ്മളെ ഒറ്റുകൊടുക്കുന്നവരാണ്. എങ്ങനെ ഈ നാട് നന്നാവും? കാരണം സ്വന്തം ജീവനുള്ള ശരീരത്തെ കൊത്തി എരിഞ്ഞ് വെട്ടി നുറുക്കിയവൻ, സ്വന്തം ഭാര്യയെ അടിനാവിക്ക് ചവിട്ടിയവൻ, തൊഴിച്ചവൻ, കയ്യും കാലും ഛേദിക്കപ്പെടുന്നവൻ, മയക്കുമരുന്നിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നവൻ, കള്ളച്ചാരായം വിൽക്കാൻ ശ്രമിക്കുന്നവൻ, എന്ത് പോക്കൃത്തരം കാണിക്കാൻ നിൽക്കുന്നത്, എന്ത് ഗുണ്ടായുസം കാണിക്കുന്നവർക്കും ആ കൂട്ടം നിന്നും ഊരിത്തിരിഞ്ഞു വന്നവരാണല്ലോ ഇപ്പോൾ ഭരണം നടത്തുന്നത്. കാര്യം ഇവർക്ക് ആരും നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇവർ വന്ന വഴികൾ അതൊക്കെയാണ്. ഇവർക്ക് ജീവിതം എന്താണെന്നറിയില്ല, അധ്വാനം എന്താണെന്നറിയില്ല, ഒക്കെ നോക്കി നിന്ന് കാശ് വാങ്ങുന്നവരാണ് ഈ നോക്കൂലി എന്നുള്ളത്. അതായത് നിർമ്മലാ സീതാരാമൻ പരസ്യമായിട്ട് പാർലമെൻറ്റിൽ പറഞ്ഞ് നോക്കുകൂലി, ഇത്ര വൃത്തികെട്ട ഒരു അപമാനകരമായ വാർത്തകളാണ്, കാര്യങ്ങളാണ് പാർലമെൻറ്റിൽ കേരളത്തെക്കുറിച്ച് വിളിച്ച് പറഞ്ഞത്. മറ്റാരുമല്ല, നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ. എന്നിട്ടുണ്ടോ ഉമാർക്ക് ഉളുപ്പ്? ഇല്ല, ഒരു ഉളുപ്പും ഇല്ല. എപ്പോഴും നോക്കിയാലും കേരളത്തിന് ഒന്നും കിട്ടുന്നില്ല. ഇതേ ഉള്ളൂ. ഒന്നും കിട്ടില്ലെന്ന് പറയാൻ ഇവിടുത്തെ മന്ത്രി രാജഗോപാലും എല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ തകരാറെന്നും പറഞ്ഞ് വെള്ളപൂശി കിടക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയും എന്തൊക്കെയാണ് കേൾക്കുക. ഇവിടെ നമ്മുടെ നാട് കേരളം എന്ന് പറയുന്നത് നശിപ്പിച്ച് മൊത്തം അങ്ങ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമാധാന അന്തരീക്ഷമില്ല. റോഡിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് വലിയ കുഴികളാണ് അവിടെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഇല്ലാത്ത ഈ ചാരവനിതകളെ കൊണ്ട് കേരളം മൊത്തം നടന്ന് ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ചാരം കാണിച്ചു കൊടുക്കുന്ന ഒരു ടൂറിസം മന്ത്രി. ഈ ലോകം നമുക്ക് എന്താണ് ഇനി, നമുക്ക് ഇതിൽ കൂടുതൽ എന്താണ് നമുക്കിനി അനുഭവിക്കേണ്ടതായിട്ടുള്ളത്? ദരിദ്രം. എത്ര കുടുംബങ്ങളാണ് പട്ടിണി പാവങ്ങളാണ് ഇവിടെ കഴിയുന്നത്? എത്ര ആൾക്കാർ, ആദിവാസികൾ ആഹാരമില്ലാതെ തെണ്ടിത്തിരിയുന്നു. ഒരു കൂര വരെയില്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച് അതിൻ്റെ അടിയിൽ അന്തി ഉറങ്ങുന്നവർ. ഇതൊക്കെയല്ലേ കേരളത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി? മറ്റെന്താണ് ഇവിടെ നല്ലതെന്ന് പറയാനുള്ളത്? മനുഷ്യനെ പറ്റിച്ച കാശെന്ന് കിറ്റുണ്ടാക്കി ആ കിറ്റ് കൊടുത്തിട്ട് വീണ്ടും ഭരണത്തിൽ കയറി വരിക. ജനം അനുഭവിക്കണം. ഇത് ആവശ്യമുള്ളതാണ്. നമ്മൾ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇവിടെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ അനുഭവിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രി അവർ
ഈ സമൂഹത്തിനോട് ഒരു കടപ്പാട് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഇന്നൊരു കണ്ണാശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണപ്പെട്ട ഒരു 25,000 to 35,000 റുപ്പീസ് ഇല്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഞ്ചക്ഷന് കാശ് കൊടുത്ത് വാങ്ങണം. വേറെ എന്തെങ്കിലും ചെക്കപ്പ് ഉണ്ട്, എല്ലാം കാശ് കൊടുക്കണം. ഇത് സ്കാൻ ചെയ്യണമെങ്കിൽ അതിനും കാശ് കൊടുക്കണം. എന്തിനും കാശാണ്. ആകെ കിട്ടുന്ന ഫ്രീ ആ ഡോക്ടറുടെ കൺസൾട്ട്. അവർ ഓക്കെ, അവർക്ക് ചിലവില്ല, അത് കാശ് വാങ്ങില്ല. തിയേറ്ററും ബാക്കിയുള്ള ഏതെല്ലാം രീതിയിൽ മനുഷ്യനെ ഉപദ്രവിക്കാം ആ രീതിയെല്ലാം ഉപയോഗിച്ച് ഉള്ള പൈസ, പട്ടിണിപ്പാവങ്ങളുടെ പൈസ വാങ്ങി ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും കേരളം നമ്പർ 1 എന്ന് വീമ്പിളക്കുന്ന ഒരു മന്ത്രി വീണ ജോർജ് സഹിച്ചു കൊടുക്കണം. ഈ കട്ടിത്തൊലിക്ക് അവരുടെ തൊലിയെന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാണ്. അത് എല്ലാ മന്ത്രിമാർക്കും കാണ്ടാമൃഗത്തിൻ്റെ വേഷം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അത് യാതൊരു ഡൗട്ടുമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പിടിച്ച് സൈബർ സെല്ലിന് നോട്ടീസ്. അത് വീണ മേഡത്തിൻ്റെ ഒരു തരികിട പരിപാടി. എന്ത് പറഞ്ഞാലും അപ്പോൾ തന്നെ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തിരിക്കുക. എന്തിനാണ് ആരോഗ്യമന്ത്രി ഇങ്ങനെ മനുഷ്യനെയൊക്കെ ഉപദ്രവിക്കുന്നത്? നിങ്ങൾക്ക് വല്ലത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും അത് ഇതുമെല്ലാം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എവരി ഡോഗ് ഗട്ട് ഏത് നായ്ക്കും ഒരു ദിവസം വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നെ എപ്പോഴും വാദവിരാതെ പറയുന്ന വേറൊരു ധനകാര്യമന്ത്രിയുണ്ട്, ബാലഗോപാൽ. അദ്ദേഹം എന്താ പറയുക, കേന്ദ്രത്തെ എപ്പോഴും നോക്കിയാലും തെറി വിളിച്ചുകൊണ്ടുള്ളത്. ഇപ്പോൾ ആ തെറിവിളി ഇപ്പോൾ കുറഞ്ഞു വച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ വലിയൊരു പാർട്ടിയായ BJPയോട് പറയാം, ഈ മന്ത്രിസഭയെ ഇവിടെ ഇത്ര അലങ്കോലം പെടുത്തേണ്ട പ്രധാന കാരണം നമ്മുടെ പ്രധാനമന്ത്രിയും അമിത്ഷായും തന്നെയാണ്. കാര്യം ഇവിടെ എന്ത് തോന്നിയസം കളിച്ചാലും അവർക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കണം. കാര്യം ഒരു MP കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒരു 5-6 MLA കിട്ടണം. അതിനുള്ള സംവിധാനം എല്ലാം അമിത്ഷാ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ ആൾക്കാരറിയുന്നു? ഈ മണ്ടൂസ്, ഈ കോൺഗ്രസ്സുകാരന്മാരാണ് അതിലും കയറുന്നത്. ലോക കോൺഗ്രസ്, ഈ മണ്ടൂസന്മാർ ഇതൊന്നും കാണുന്നില്ല. അവർ ഉള്ളിത്തല്ലുമായിട്ട് കിടക്കുകയാണ്. നോക്കിക്കോ, സൂക്ഷിച്ചോ. ഇപ്പോൾ എന്തായാലും പിണറായിക്കെന്നും പറഞ്ഞ് ആരും ഒന്നും വോട്ട് കൊടുത്തില്ല, അമിത്ഷായ്ക്ക് വോട്ട് കൊടുക്കും. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഇവിടെ അഴിഞ്ഞാട്ടമാണല്ലോ. കാരണം ഇപ്പോൾ ഈ ഗവർണർക്കും പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ലോക്കൽ പോലീസിനെ കൊണ്ട് ഗവർണറിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഗവർണറിൻ്റെ ഇവിടെ മാന്യമായിട്ട് നടക്കണം, എല്ലാം CRPക്കാരെ കൊണ്ടുവരണം, എങ്കിലേ നടക്കത്തുള്ളൂ. കാരണം ഇവിടെ ഒരു ചില ഓഫീസേഴ്സ് തന്നെ പോലീസുകാർക്ക് എഗൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു സംവിധാനമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെയാകണം. ഇത് ഒരു തുടക്കം മാത്രം. ഈ ഭരണം പോണതുവരെ എല്ലാ ദിവസവും നമുക്ക് ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ പല ബന്ധുക്കളും വരും. ഈ ബന്ധുക്കളൊന്ന് അവരെ അടിച്ചുടയ്ക്കേണ്ടത് അടിച്ചുടയ്ക്കും, മനുഷ്യനെ ഭീഷണിപ്പെടുത്തും, തല്ല് കൊടുക്കുന്നുണ്ട് തല്ല് കൊടുക്കുകയല്ല. പിന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ഗുണം പോലീസിലെ ഒരു ചില സേനാ വിഭാഗങ്ങളിൽ തന്നെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അനുഭവിക്കണം. ഇത് നമുക്ക് പറയാനൊന്നുമില്ല. നല്ലതായിട്ട് ഒന്നുപോലും നമുക്കെടുത്ത് പറയാനില്ല. എന്താണുള്ളത്? ഒന്നുമില്ല. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതറിയാം, വ്യഭിചാരത്തിന് വരെ ഒരു സപ്പോർട്ട് പല ഭാഗത്തും കിട്ടുന്നു. 5 സ്റ്റാർ വ്യഭിചാരം ശാലയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്ത് കോഴിക്കോട് നിന്ന് കണ്ടുപിടിച്ചത്. പിന്നെ മയക്കുമരുന്നിൻ്റെ കാര്യം പറയണ്ട, അത് സുലഭമായി ഇവിടെ എല്ലായിടത്തും കിട്ടും. മയക്കുമരുന്ന് സുലഭമായി ഇവിടെ കിട്ടും. ബിവറേജിൽ പോയാൽ കള്ള് വേർത്തുനിന്ന് കിട്ടും. മനുഷ്യന് ജീവിക്കാൻ എന്താ വേണ്ടത്? എല്ലാം ഇവിടെ ഉണ്ട്. നശിക്കാനെല്ലാം ഉണ്ടാക്കി വെച്ചിരിപ്പുണ്ട്. ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടവർക്ക് നയിച്ചു കൊടുക്കുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.